എല്ലാവരും ആൻസർ കീ ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും. സ്ഥാപനങ്ങൾക്ക് റിസൾട്ട് ഇങ്ങനെ ഷർബറ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഡോക്ടർ JP's ക്ലാസ്സസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ റിസൾട്ടാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും നമ്മുടെ അടുത്ത വർഷത്തെ അക്കാഡമിക് പ്ലാന് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. JP സാറുണ്ട്, HN സാറുണ്ട്, നമ്മുടെ FZ സാറുണ്ട്. അപ്പോൾ എന്താണ് JP സാറ് നമ്മുടെ ഈ വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് സാർക്ക് പറയാനുള്ളത്? ഈ വർഷത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളി റിസൾട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അല്ല സാർ, എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അന്നത്തെ ദിവസം നമ്മൾ റിസൾട്ട്, അതായത് ഇന്നലെ നമ്മളിവിടെ റിസൾട്ട് നോക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിസൾട്ട് കേട്ട മൊമെന്റ് തന്നെ എല്ലാവരും ഓടി ഇവിടത്തേക്ക് എത്തി. നമ്മൾ അത്ര ആ ഒരു രീതിയിൽ കുട്ടികളും പാരൻസും എല്ലാം കൂടി നമ്മളങ്ങ് ആഘോഷിച്ചു. ഇന്നലത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആദ്യത്തെ 700-ന് മുകളിൽ നമ്മൾ 2 കുട്ടികൾ വന്നു. അതിൽ തന്നെ 706 മാർക്കോളം നമ്മുടെ JP's വന്നു. നമ്മൾ ഇതുവരെ ഉള്ളതിൽ നമ്മൾ ആദ്യമായിട്ടാണ് സാർ നമ്മൾ 700 ക്രോസ് ചെയ്തത്. ഇന്നവരെ എന്ത് ചെയ്തിട്ടില്ല. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു ദിവസം എത്രത്തോളം ആരവുണ്ടായിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി ഇവിടെ ഒരു ആഘോഷം പോലെ ഇന്നലെ നമ്മള് റിസൾട്ട് വന്നു. നമ്മളൊക്കെ വന്ന സമയത്ത് ഇവിടെ ആകെ കുട്ടികളും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അല്ല, എഫ്സെറ്റ് വന്നാണെങ്കിൽ എഫ്സെറ്റ് കല്യാണമായിരുന്നു. ഇന്നലെ അനിയന്റെ കല്യാണത്തിനിടയിൽ ഓടി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഓരോ കോള് വരുമ്പോഴും പിന്നെ ആദ്യം വിളിച്ചു 701 വിളിച്ചു, രണ്ടാമതിന് 706 വിളിച്ചു. അപ്പൊ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നെ വേഗം ഇറങ്ങി ഓടി അവിടെ കല്യാണം നേരെ ഓടിയിട്ട് രാത്രി ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി. ഏതായാലും ഗംഭീരമായിട്ടുള്ള നല്ല റിസൾട്ടാണ് നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 650-ന് മുകളിലുള്ള അവസ്ഥ എന്താ? 650-ന് മുകളിൽ നമുക്ക് 24 കുട്ടികളാണ് സാറുള്ളത്. 24 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് കുട്ടികൾ നമ്മൾ നോക്കാനിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ 10,000-ലോ 20,000-ലോ 30,000-ലോ അല്ല ഈ റിസൾട്ട് ഉണ്ടാക്കിയത്. നമ്മൾ വെറും 224 കുട്ടികളിലാണ് നമ്മൾ ഈ റിസൾട്ട് ഉണ്ടാക്കിയത്. 224-ല് നമുക്കിപ്പോൾ തന്നെ 650-ന് മുകളിൽ 24 കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഈ റിസൾട്ട് പറയുന്നത്. അതായത് അത്രയും സന്തോഷമാണ്. 10% മുകളിലെ കുട്ടികൾ ഇപ്പോൾ തന്നെ 650-ക്ക് മുകളിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയാണെങ്കിലോ ബാക്കി ഓരോ ആളുകളുടെയും റിസൾട്ടുകൾ ഇനിയും ആഡ് ചെയ്യാനിരിക്കുന്നു. എല്ലാം കൂടെ വരും. ഇപ്പോഴും ലാസ്റ്റ് ഒരു കുട്ടി വിളിച്ചു 654 മാർക്ക് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതായത് ഇനിയും റിസൾട്ടുകൾ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കുട്ടികളും ഹാപ്പിയാണ്. ഞങ്ങൾ അത്ര കണ്ടിട്ട് എല്ലാവരും ആ എഫേർട്ട് എടുത്തിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടിന് സാർ നമുക്കില്ലേ ചെറുതായിട്ട് ഒന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നീറ്റ് എക്സാമിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് സംസാരിക്കാം. സാർ ഒന്ന് കെമിസ്ട്രീനെ കുറിച്ച് ഒന്ന് ആദ്യം ഒന്ന് സംസാരിച്ചാൽ. അതായത് കഴിഞ്ഞ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കെമിസ്ട്രിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് ഒക്കെ കഴിഞ്ഞ വർഷം കുറച്ചൊന്ന് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു കുട്ടികൾക്ക്. പെന്ന് എടുത്തിട്ടൊന്ന് ആ ഉത്തരം അടുത്ത ഇക്വേഷൻ കണ്ടുപിടിച്ച് അടുത്തതായി കുറച്ച് റിയേജന്റ് ആഡ് ചെയ്ത് അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ തന്നെ ആൻസർ ഉണ്ട്, ടിക്ക് ഇടുക. അതായത് ബയോളജി ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് കുട്ടികൾ എന്ത് ചെയ്തിട്ടുള്ളത്, കെമിസ്ട്രി ചെയ്തിട്ടുള്ളത്. എന്തായാലും അപ്പൊ കെമിസ്ട്രിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം ഈസിയാണ്, പക്ക ഈസിയാണ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒന്നും തന്നെ എന്തിലില്ല, കെമിസ്ട്രിയിലില്ല. ഫിസിക്സും അതേപോലെ പിന്നെ ഭയങ്കര ടഫ് ഒന്നും അല്ലാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, പക്ഷേ ഭയങ്കര ഈസിയും അല്ല. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തിനെ കമ്പയർ, ദാറ്റ് മീൻസ് നമ്മളെ ഫിസിക്സ് കുറച്ചൊന്ന് ചെറുതായ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഫിസിക്സ് കുറച്ച് 3-4 ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല. അതിൽ വേറൊരു കാര്യം കിട്ടി, കെമിസ്ട്രിക്ക് തീരെ സമയം കുട്ടികൾ എടുത്തിട്ടില്ല. ആ സമയം കൂടി എന്ത് ചെയ്തു, ഫിസിക്സിന് സമയം കിട്ടിയോണ്ടാണ് ഇത്രയും മാർക്ക് കൂടി. അല്ലെങ്കിൽ ഫിസിക്സ് കുറച്ച് കുട്ടികൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ബയോളജി ഒരു 30 സെക്കൻഡെങ്കിലും എടുക്കുന്നതിന് പകരം കുട്ടികൾ 10 സെക്കൻഡോട് 20 സെക്കൻഡോട് പറഞ്ഞു ചെയ്തിട്ട് നേരെ കെമിസ്ട്രിയിലേക്കും ഫിസിക്സിലേക്കും വരിക. ബോട്ടണിയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് സോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഡയറക്റ്റ് നമ്മളൊരു ബോർഡ് എക്സാം പഠിക്കുന്ന ഒരു ഫീൽ. കറക്റ്റ് എന്താ പറയാ, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് സോളജി ഫുൾ മാർക്ക് വാങ്ങിക്കാം. അത് കുട്ടിക്ക് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനോട് കൂടി ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്രാഷിലൊക്കെ പലരും നല്ല ഒരു 550 പോലെ കുറെ മക്കൾ വന്നിട്ടുണ്ട്. അതായത് ഈ മക്കളെ കുറിച്ച് ആലോചിക്കണം, ഒന്നുമില്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് വന്ന് വെറുതെ ഒരു 40 ദിവസം കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത് ആ ഒരു റേഞ്ചിൽ എത്തിപ്പെട്ടത്. പക്ഷെ വേറൊരു കാര്യം, മിക്ക സെന്ററുകളിലും ഈ ക്രാഷിന് ജോയിൻ ചെയ്ത കുട്ടികൾ പിന്നെ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല. നമ്മുടെ മക്കള് ഫുൾ അഡ്മിഷൻ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. 150 കുട്ടികൾ ഏകദേശം അഡ്മിഷൻ എടുത്തേ, അത്രയും സാറ്റിസ്ഫൈഡ് ആണെന്ന് അർത്ഥം.
ഇതിലൊരു കാര്യം നമ്മളില്ലേ കറക്റ്റ് എപ്പോഴും സാറേ നമ്പർ ഇത്ര സ്റ്റുഡൻസിൽ ഇത്ര റിസൾട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമുക്ക് ഉറപ്പായിട്ട് ഈ വർഷം അതുപോലെ തന്നെ പറയാം. നമുക്ക് എന്തായാലും ഒരു 300-350 കുട്ടികളെ മാക്സിമം നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് നമുക്കുള്ളൂ. എന്തായാലും മെയ് 15 നമ്മൾ ആദ്യത്തെ ബാച്ച് തുടങ്ങണല്ലോ. എനിക്ക് തോന്നുന്നു അപ്പോഴേക്ക് തന്നെ നമ്മുടെ ബാച്ച് എന്ന് പറയാൻ പറ്റില്ല. ഈ നിലവിൽ അഡ്മിഷന്റെ പോക്ക് കണ്ടാല് നല്ല രീതിയിൽ അപ്പൊ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ബാച്ചുകളാവും. അല്ല നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങിയ ബാച്ചിലുള്ള കുട്ടികളാണ് കൂടുതൽ ഈ സ്കോറിൽ വന്നത്. അതെ സാർ, അതെ. എന്താണ് അതിലൊരു കാര്യം ഉണ്ടായി നമുക്ക് ആ മെയ് 15 കുട്ടികൾക്ക് തുടങ്ങി. കഴിഞ്ഞ വർഷം മെയ് 22 നമ്മൾ തുടങ്ങിയത്. എന്നാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ബേസിൽ നമുക്ക് തുടങ്ങാൻ പറ്റി. അതായത് കറക്റ്റ് നമ്മൾ ബേസ് ലെവലിൽ നിന്ന് കൊടുത്തിട്ടില്ല സാർ. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബേസിക് മാത്സ് കൊടുത്തു. അവർ ഓരോന്നായിട്ട് സെറ്റാക്കി എടുത്ത് എന്നിട്ടാണ് നമ്മൾ ഓരോന്നും കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവർ നവംബറോടുകൂടെ ഫുള്ളായിട്ട് കുട്ടികളുടെ പോർഷൻസ് തീർക്കാൻ പറ്റി. ഡിസംബറിൽ എക്സാം തുടങ്ങി. എല്ലാ രീതിയിലും എക്സാം റിവിഷൻ. ഒപ്പം സാറും ചിന്തിച്ചു നോക്കിയ ചില ദിവസങ്ങളിലൊക്കെ രാത്രി 11 മണി കഴിഞ്ഞു 11 മണി കഴിഞ്ഞു എഫ്സെറ്റ് എന്ന് 11 മണി കഴിഞ്ഞിട്ടും കുട്ടികളെ കൂടെ തന്നെ എല്ലാവരും പലപ്പോഴും നമ്മൾ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായ നിമിഷങ്ങളുണ്ട്. ആ രീതിയിൽ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. സാർ ഹോസ്റ്റലിൽ നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ശരിക്കും ജൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഡെയിലി 100 ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഹോസ്റ്റൽ പാഠന്മാരെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് തുടക്കം മുതൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം ആകുമ്പോഴേക്ക് ഒരു 6 മാസം 7 മാസം കൊണ്ട് കുട്ടികൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 20-25,000 ക്വസ്റ്റ്യൻസിന്റെ മേലെ നമ്മുടെ കുട്ടികൾ വർഷം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏകദേശം അവസാനം നമ്മളൊരു 47 പരീക്ഷ നടത്തിയില്ലേ, നീറ്റ് മോഡലായിട്ട്. അപ്പൊ അതിൽ തന്നെ ഏകദേശം 10,000 അടുത്ത് ക്വസ്റ്റ്യൻ ആയി. എല്ലാം കൂടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഹോസ്റ്റലുകളിൽ നടത്തിയ ആ ഒരു വർക്കുകൾ ഭയങ്കര രീതിയിൽ നല്ല മൈലേജ്. കാരണം ക്രാഷിന് നമ്മൾ കഴിഞ്ഞ വർഷം ക്രാഷിന് വന്ന് ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികൾ അവർക്ക് നല്ല 650 റിപ്പീറ്റ് ആയ ഒരുപാട് കുട്ടികൾ. അതായത് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ട്, റിപ്പീറ്റ് ചെയ്താൽ ഒരു 650 ധാരണ ഉണ്ടല്ലോ, ആ ധാരണ പറയില്ലേ. കാരണം എനിക്കൊന്ന് റിപ്പീറ്റിന് നമ്മളെടുത്ത് വന്ന കുറെ കുട്ടികൾ 650 അടുത്തേക്ക് എത്തിയല്ല, 650 മേലെ എത്തി. ഉറപ്പായിട്ടും സാർ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടെ കട്ട് ഓഫ് വെച്ചിട്ടല്ല കുട്ടികളെ എടുക്കുന്നത്. ഏത് പെർസെൻറ്റേജിലുള്ള കുട്ടികളെ നമ്മൾ ഇവിടത്തേക്ക് എടുക്കുന്നുണ്ട്, ആ കുട്ടികളിൽ നിന്നാണ് നമ്മൾ ഈ റിസൾട്ട് വരുന്നത്. അവിടെയാണല്ലോ അതും കൂടെ എന്താ പറയുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പെർസെൻറ്റേജ് മാർക്ക് പോലും വെക്കാതെ നമ്മൾ കുട്ടികളെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന റിസൾട്ട് അല്ലേ ഇത്. അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മലബാർ ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച റിസൾട്ടാണ്. പിന്നെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റല്, ക്ലാസ് റൂം, ഒരൊറ്റ കോമ്പൗണ്ടിൽ അവർ വേറെ എവിടെയും പോകുന്നില്ല. ബസ്സിന് ഇങ്ങനെ കാത്തു നിന്ന് 1 മണിക്കൂറും 2 മണിക്കൂറും ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ചില ബസ്സുകൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയിലും ഒരു സമയം നഷ്ടപ്പെട്ടു പോകുന്നില്ല. കംപ്ലീറ്റ് ഫുൾ ടൈം അവർക്ക് ഇവിടെ ഹോസ്റ്റലിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചില കുട്ടികൾ പെരുന്നാക്കും വിഷുവിന് വരെ എന്ത് ചെയ്തിട്ടില്ല, വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ അത് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അത് വർഷത്തിൽ എത്ര ലീവ് നമ്മൾ 3 ലീവ് വെച്ചിട്ട് അവരുടെ 3 ആഘോഷങ്ങൾക്ക് 3 ലീവ്. അതായത് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ പോവാ എന്നുള്ള പരിപാടി എന്തില്ല JPSൽ. അതൊക്കെ തന്നെ എന്താണ് വലിയൊരു സക്സസ് ആണ്. അല്ല, കുട്ടികൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് പിന്നെ ക്ലാസ് കൊടുത്തു, അതിന് കൂടെ റിവിഷൻ കൊടുത്തു, ഡൗട്ട് ക്ലിയറൻസ് ഒരു കണക്കില്ലാതെ കൊടുത്തു. അതിന്റെ കാര്യം പറയാമോ? കാരണം സാധാരണ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പിന്നെ ഡിസംബറിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ചില ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജനുവരി ആയി കഴിഞ്ഞാൽ അവരോട് പറയാം ഇനി പരീക്ഷ മാത്രമേ ഉള്ളൂ, പിന്നെ ഡൗട്ട് ക്ലിയറൻസോ അല്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ്സുകളോ റിവിഷനോ ഒന്നുമില്ലാന്ന് പറയാം, വെറും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോളാം. ആ സ്ഥലത്ത് നമ്മൾ കൊടുത്തത് ഓരോ ചാപ്റ്ററിൻ്റെയും കൃത്യമായ റിവിഷൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്ന നീറ്റിൻ്റെ തലേ ദിവസം വരെ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് തന്നെയാണ്. ഹോസ്റ്റലുകൾ ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ ലൈവ് ക്ലാസ്സുകൾ ലൈവായിട്ട് കുറേ ടീച്ചേഴ്സ് ഫിസിക്സൊക്കെ കുറേ ലൈവായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ല രീതിയിലാണ് നമ്മളെ ഈ ഒരു വർഷത്തെ നമ്മള് നീറ്റ് മോഡൽ നമ്മൾ മെഗാ മാരത്തോൺ നടത്തിയില്ല, അതേ പാറ്റേണിൽ ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നീറ്റ് എക്സാമിന് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, ലാസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 2 പേപ്പേഴ്സിൽ അതിലെ കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് മക്കൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ നമ്മളെ JPSൽ ആദ്യം ഭയങ്കര ടഫാക്കി ഉണ്ടായിരുന്നു, പിന്നെ കണ്ട് അതേ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ കണ്ടു. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. കാരണം വെച്ചാൽ നമ്മളെ ആദ്യത്തൊക്കെ നമ്മൾ ആദ്യം നടത്തിയ നീറ്റ് മോഡൽ എക്സാംസ് ഒക്കെ ഭയങ്കര ടഫായി. ഇവിടെ കുട്ടികൾ 650 660 ലെവലായി 22ഓളം നീറ്റ് മോഡലാണെന്ന് പറഞ്ഞു നമ്മള്. അപ്പൊ അതിൽ ഏകദേശം ഒരു 17 പരീക്ഷയും ഭയങ്കര ടഫായിട്ടായിരുന്നു നടത്തിയത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് 650 കുട്ടികൾ കഷ്ടിച്ചെത്തി. അതെ, പിന്നെ അത് കഴിഞ്ഞ ലാസ്റ്റത്തെ കഴിഞ്ഞ 2 വർഷത്തെ നീറ്റ് മോഡൽ പ്രകാരമാണ് അവസാനം നമ്മൾ 3 പരീക്ഷ നടത്തിയത്. അതിനൊക്കെ കുട്ടികൾ 710 715 വരെ. അല്ല, ആ 2 കുട്ടികളാണ് എന്ത് ചെയ്തത് പിന്നെ അതായത് JPSലെ മാർക്ക് എത്രയാണോ
അതേ മാർക്ക് തന്നെയാണ് നീറ്റിലേക്ക് കൺവേർട്ട് ആയത്. അതെ അതെ. അത് നമ്മൾ എക്സാം സിസ്റ്റം ഭയങ്കര അടിപൊളിയായിരുന്നു. അതിന്റെ ഒരു അടിപൊളി എക്സാം ആയിരുന്നു. എക്സാമിന്റെ ഇത് വേറെ കാര്യമുണ്ട്. എക്സാം കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഒരു സൊല്യൂഷൻ കൊടുക്കൽ മാത്രമല്ലല്ലോ, ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഫിസിക്സിലൊക്കെ അത് ഭയങ്കര കാര്യം ചെയ്യുന്നുണ്ട് സാറേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എക്സാം നടത്തിയാൽ പൊതുവെ എന്താ വെച്ചാൽ ആൻസർ കീ കൊടുക്കാന്നല്ല അതിന്റെ സൊല്യൂഷൻ കൊടുക്കില്ല. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്സിന്റെ സൊല്യൂഷനും കെമിസ്ട്രിന്റെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്കവിടെ അത് ഭയങ്കര. പിന്നെ നമ്മള് 660, 670 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി പറയുന്നു നമ്മൾ RJSന്റെ ഫിസിക്സിന്റെ കാര്യം. ആ ഒരു സമയത്ത് ഈ ഒരു ഡൗട്ട് ലെൻസിന്റെ സമയത്ത് സാറ് പറഞ്ഞൊരു 10-18 ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ തന്നെ ഉണ്ട് എന്നാ പറഞ്ഞാൽ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതായത് എന്താ പറയുക, ഓവറോൾ നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അത് മാത്രമല്ല സാർ, ഇപ്പം ഈ റിസൾട്ട് റിസൾട്ട് അല്ല, എക്സാം കഴിഞ്ഞ് നമ്മുടെ ഒരു ഏകദേശം ആളുകളൊക്കെ നമ്മുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. കുട്ടികൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ പോകുന്നതോടുകൂടെ നമുക്ക് വേറൊരു ഏറ്റവും വലിയൊരു സന്തോഷം കൂടെ നടക്കാനിരിക്കുന്നുണ്ട്. 100K. അപ്പൊ 100Kയിലേക്ക് നമുക്കിത് ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും നമ്മൾ 100Kയിൽ എത്തിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ 2 മാസം കൊണ്ടാണ് നമ്മൾ 50K ഉണ്ടായിരുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വെറും 2-3 മാസം കൊണ്ടാണ് 100Kയിൽ എത്തിയത്. ഇതിൽ അഹമ്മദ് സാർ ഒരു ചെറിയ കാര്യം, ഇവിടെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് നീറ്റ് മലയാളം ചാനലില് ഫസ്റ്റ് 10K ഹിറ്റ് ചെയ്ത ചാനൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളും വേറെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് 10,000 ഹിറ്റ് ചെയ്ത ചാനൽ നമ്മുടെ ചാനൽ തന്നെയായിരുന്നു. അത് ആദ്യമായിട്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്ത് ആദ്യം തന്നെ 50% റിസൾട്ട് അടിച്ചൊരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ JPC തന്നെയാണ്. വീണ്ടും നമ്മൾ ചരിത്രം ഇങ്ങനെ മാറ്റി കുറിച്ചുകൊണ്ടിരിക്കും. വർഷവും ചിലപ്പോൾ നമ്മൾ 50%-ലേക്ക് എത്തും. കാരണം ആകെ 220 കുട്ടികളല്ലേ ഉള്ളൂ. 220 കുട്ടികൾ എങ്ങനെയാലും 100-ന് മേലെ കുട്ടികൾ ഈ വർഷം അഡ്മിഷൻ ആവും. 100% ഉറപ്പായിട്ട് 60-70 കുട്ടികൾക്ക് എന്തുണ്ട് 600ന്റെ മുകളിൽ മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കുട്ടികളോട് കട്ട് ഓഫ് വെച്ച് 600 ആയതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് 50% അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ 600 അബവ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനിയും മെയിൻ പ്രശ്നം കട്ട് ഓഫ് ആണ്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് കട്ട് ഓഫ് എത്രയാവും അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഈ വിഷമം കുറെ ആളുകളിൽ ഉണ്ടാവും, കുറെ ആളുകളിൽ സന്തോഷം ഉണ്ടാവും. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മൾ അവസാനം കട്ട് ഓഫ്? കഴിഞ്ഞ പ്രാവശ്യം 610 മാർക്ക് വരേക്ക് അവർക്ക് 615 ഓൾ ഇന്ത്യ കയറിയത്. അത് കുറച്ചൊന്നും കൂടെ ഒരുപാട്. ലാസ്റ്റ് സ്പോട്ട് അഡ്മിഷനിൽ 607 വരേക്ക് ഇതിൽ OBCയിൽ പോയിട്ടുണ്ട്. അതായത് 610 തന്നെ നമ്മൾ എന്തായാലും 610 കാണണം. അതായത് കഴിഞ്ഞ വർഷം. അപ്പൊ ഇപ്പൊ ഉള്ളൊരു വർഷത്തെ ഒരു കണക്ക് പ്രകാരം SC കാറ്റഗറിയില് 458 അങ്ങനെ SC കാറ്റഗറിയിലെ കുറെ കുട്ടികളുണ്ട്. ഒരു 550-600 നിൽക്കുന്നത്. അപ്പൊ അവരൊക്കെ എന്തായാലും അഡ്മിഷൻ തന്നെയാണ്, എല്ലാം ഗവൺമെന്റ് അഡ്മിഷനിലേക്ക് പോകും. നമ്മള് കട്ട് ഓഫിലേക്ക് അത് പറയുമ്പോൾ ഒരു വിഷമം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പല ആളുകളും ഒരു ഹോപ്പിൽ നിൽക്കുന്നുണ്ട്. അതായത് അവിടെ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെങ്കിലും ഒന്ന് കുറച്ച് പറയൂ, അതായത് എന്നാലെങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ആ ഒരു രീതിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. എന്തായാലും സാറേ നമ്മുടെ ഒരു ഇതിൽ നമുക്ക് തോന്നുന്നത് ഒരു 630-ന് മുകളിൽ, അതായത് 330-40 റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ്. അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു രീതിയിലാണ് സത്യം. ഫൈനൽ അപ്ഡേഷൻ കിട്ടണേ നമ്മൾ NTAലേക്ക് വരണമല്ലോ. നമുക്ക് ഏകദേശം 630 രീതിയിലൊക്കെ ഒരു പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പ്രതീക്ഷ പോലെ 620 സ്കോർ ചെയ്താല് പിന്നെ എങ്ങനെയും ഒരു MBBS എന്നുള്ളൊരു സംഗതി എന്തായാലും ഈ വർഷം ഒരുപാട് പോർഷൻസ് ഒക്കെ കുറഞ്ഞില്ലേ. കാരണം ചാപ്റ്റേഴ്സ് അത്രയും കുറയുമ്പോ എങ്ങനെയാലും മാർക്ക് കൂടുതലല്ലോ. അതാണ് സംഭവിച്ചത്. അതായത് P ബ്ലോക്ക് പോലത്തെ ചാപ്റ്ററുകളൊക്കെ എന്ത് ചെയ്തു, കുറെ ഡിലീറ്റ് ചെയ്തു, പോർഷൻ മാത്രമായി. അതാണ് ഇപ്പൊ ശരിക്കും സംഭവിച്ചത്. മാർക്ക് ഇത്രയും ഹൈക്ക് ആവാൻ കാരണം കുട്ടികൾക്ക് കുറെ പോർഷൻ ഡിലീറ്റ്. ടൈമും കിട്ടി ഈ വർഷം. കഴിഞ്ഞ വർഷത്തേക്കാൾ കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടി. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ഒരുപാട് ലേറ്റ് ആയി, കുറഞ്ഞ അതിനൊക്കെ 3-4 മാസമൊക്കെ ചില കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കിട്ടി. ശരിയാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു 6-8 ബാച്ച് വന്ന് ഓർമ്മയുണ്ടോ? അവസാനമായിരുന്നു ലാസ്റ്റ് നവംബറിലേക്ക്. അപ്പൊ അവർക്കാകെ കിട്ടിയ 3 മാസറ്റാ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ വർഷം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാവർക്കും നന്നായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇനി അഥവാ മാർക്ക് അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ടെന്നാണെങ്കിൽ അടുത്തൊരു റിപ്പീറ്റ്, റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇനി ഒരിക്കലും വൈകിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എല്ലാ സ്കോളർഷിപ്പോടും കൂടെ നിങ്ങളെ JPC വെൽക്കം ചെയ്യാണ്. എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക, അത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്നുണ്ട്, വിഷമമുണ്ട്, റൂമിനുള്ള അടച്ചിട്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മക്കളുടെ എല്ലാം അറിയാം. ഈ 630-40 ഞങ്ങൾ കട്ട് ഓഫ് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്, JPCൻ്റെ മക്കളും കുറേ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു മാർക്കിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിഷമം ഉണ്ടാവുന്ന ആദ്യം തന്നെ നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്ന കുട്ടികളാണ്.
സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. എന്ത് രീതിയിലാണെങ്കിലും ശരി ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. നാളെ അവരിനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരുടെ റിസൾട്ട് ആവുന്നവരെ ഞങ്ങൾ ഓരോ ആളുകൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഇനി എന്ത് രീതിയിലാണെങ്കിലും സ്കോളർഷിപ്പ് മക്കൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനിയും വീണ്ടും പാരൻസിൻ്റെ പൈസ കളയണ്ടേ, എങ്ങനെ പോവും. ഞാനും സത്യത്തിൽ സാറെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ആ BDS എടുക്കുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ അന്ന് ഓക്കെ ഞാൻ BDS എടുക്കാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ വീണ്ടും പാരൻറ്റിനെ എൻ്റെ വീട്ടിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സാധാരണ നാട്ടിലെ പണിയെടുക്കുന്ന ആളാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് എന്നെ റിപ്പീറ്റിന് വിടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ പിന്നീട് പല മൊമെന്റിലും തോന്നിപ്പോയിട്ടുണ്ട്. എന്തിനു പറയണം, കുട്ടികളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് ഒരു MBBS ഡോക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോഴും അവരെന്നെ കുറച്ചും കൂടെ കേട്ടെ. അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിലെ തോന്നലുകളാണ്. അപ്പോൾ അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാം, പിന്നെ നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. നമ്മളെ ലൈഫിലെ തീരുമാനം പലരും പറയും വയസ്സ് കൂടി പോകുന്നു, ഇനി അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടാം. മക്കളെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹം സാധിച്ചെടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു കൊല്ലം നിങ്ങൾ കളഞ്ഞ ഒരു കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ BDS കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ 1-2 കൊല്ലം വെറുതെ ഇരുന്നാലോ. ഇനി അതല്ല അവർ വേറെ എന്തെങ്കിലും ആയുർവേദം എടുത്തു, ഹോമിയോ എടുത്തു, വെറ്റിനറി എടുത്തു, ഇത് കഴിഞ്ഞിട്ട് ഇവർ 1-2 കൊല്ലം വേറെ എടുത്തിരുന്നു. അപ്പോൾ ഒന്നും ഒരു ഈ വർഷത്തിനെ കണക്കൂട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള വർഷത്തിന് എല്ലാവർക്കും കണക്കുകളായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങനെയുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് നമ്മൾ വെൽക്കം ചെയ്യാണ്. നമുക്ക് വേഗം തുടങ്ങണം, വേഗം പോർഷൻസ് തീർക്കണം, നമുക്കെല്ലാം ഒന്നിച്ച് പഠിക്കണം. അപ്പം 2 കാറ്റഗറിയിലുള്ള മക്കളോടും ഇങ്ങോട്ട് വരാൻ പറയാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഈ തീരെ ബേസ് ഇല്ലാത്ത മക്കൾ, അവർക്ക് 1 മുതൽ അവരെ ബിൽഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഇനി 4 സാർ ബേസിന്റെ കാര്യമാണ്. ചില കുട്ടികൾക്ക് തീരെ ലോ ലെവലിലുള്ള കുട്ടികളല്ലേ, അപ്പോൾ നന്നായിട്ട് കെയർ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടേ അവർക്ക് കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ക്രൗഡുള്ള സ്ഥലത്ത് ഇത്തരം കുട്ടികൾ പോയിട്ടാണ് ഒന്നുമല്ലാതെ ബുദ്ധിമുട്ടിന് വരുന്നത്. കെമിസ്ട്രി ടീച്ചറായി ഞാൻ കണക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് പരിപാടി. കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ മക്കൾക്ക് കണക്ക് അറിയാനിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇരുത്തി അതാണ് അവസാനം എപ്പോഴേക്കും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതൊക്കെ കിട്ടിയത്. ഈ ചെറിയ ഒരു കുട്ടികളല്ലേ, 200-220 കുട്ടികളാകുമ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കാൻ അതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ സാറേ പല കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അവർ നല്ല പഠിക്കുന്ന നല്ല ആഗ്രഹത്തോടുകൂടെ നല്ല പഠിക്കുന്ന രീതിയിൽ അവർ വരും. സാറിനെ കാണുന്നില്ല പല കുട്ടികളും പിന്നെ കൗൺസിലിങ്ങിൻ്റെ പിന്നാലെ അങ്ങനെ അവരുടെ ആഗ്രഹം അവിടെ വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ടും പോകും. അവർ ആ സമയത്ത് ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്തലാണ് ഏറ്റവും വലിയൊരു ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട്. അപ്പം ആ രീതിയിൽ ഉറപ്പായിട്ടും നമ്മൾ ഏതൊരു ഫാക്കൽറ്റീസ് ആണെങ്കിലും അത് ആ കുട്ടീനെ കണ്ടറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. അത് നമ്മളെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. നമ്മള് റൂബി ബാച്ചിൽ ഒരു കുട്ടി 604 കഴിഞ്ഞ മാർക്ക് ഓർമ്മയുണ്ടായിരുന്നു. വേഗം കൂടെ വന്നു. ആ കുട്ടി ഇപ്പൊ എനിക്ക് 670 മേലേക്ക് പോയി. അതായത് നമുക്ക് കഴിഞ്ഞ വർഷം 4 ബാച്ചാണ് ഉണ്ടായിരുന്നത്. ഡയമണ്ട്, റൂബി, സഫേർ, എമറാൾഡ്. ഈ 4 ബാച്ചുകളുടെ കാര്യമാണ്. അതിൽ റൂബി എന്ന് പറയുന്ന കുഞ്ഞു ബാച്ചായിരുന്നു. ആ ബാച്ചിന്റെ കാര്യം ഇപ്പൊ സാറ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സിന്റെ പരീക്ഷയുടെ കാര്യം ഓർമ്മയുണ്ടായിരുന്നു. റൂബി നമ്മൾ നേരത്തെ തീർത്തു. അതില് പോർഷൻസ് ഒക്ടോബറിൽ നവംബർ ഫസ്റ്റ് ഒരു സീരീസ് എക്സാം, അതിനുശേഷമാണ് ഒരു മോഡ്യൂൾ എക്സാമിലേക്ക് പോയത്. അപ്പൊ അവര് ശരിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മള് 47 പരീക്ഷ എല്ലാവരും എഴുതി. അവസാനമുള്ള എന്തുണ്ട് അത്യാവശ്യം എല്ലാവരും ആ രീതിയിലേക്ക് എത്തി. ഇതിൽ തന്നെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സാർ അങ്ങനെയുള്ള കുട്ടികളുണ്ടെന്നാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ, എന്നാൽ പല കുട്ടികളും ഇനിയിപ്പോൾ മടിച്ചു വെക്കും, സമയമാവട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് അഡ്മിഷൻ എടുക്കുക. പക്ഷെ അത് സത്യത്തിൽ അവരോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. എത്രയും പെട്ടെന്ന് അവർ 630 അങ്ങോട്ടെല്ലാം പോവല്ലോ. 610 620 ഇടയിലുള്ള കുട്ടികൾ ഒരു പിന്നെ അലോട്ട്മെന്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാതെ ഏതായാലും അവരുടെ ലക്ഷ്യം ഇതായിരിക്കുമല്ലോ, അവർക്കത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ അവര് എന്ത് ചെയ്യാ, പിന്നെ അലോട്ട്മെന്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാതെ ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും നന്നാവുക. അലോട്ട്മെന്റ് കിട്ടുമ്പോൾ അവർക്ക് പോവുകയും ചെയ്യാമല്ലോ. അതായത് വെറുതെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് അവരൊക്കെ കുറച്ചുകൂടി നേരത്തെ തന്നെ ഏതായാലും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അതിങ്ങനെ ആലോചിച്ചിങ്ങനെ ടെൻസ്ഡ് ആവണേക്കാണ് എന്തുകൊണ്ട് ബെറ്റർ ആണ് നേരത്തെ ക്ലാസ്സിന് വന്ന് ഇല്ലേ നമ്മളെ ടീച്ചേഴ്സും ഈ ഒരു ആംബിയൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതാകുന്ന സമയത്തിന് അവർക്കൊരു സമാധാനം ഉണ്ടാവും. എന്നാൽ അവർ ആ വീട്ടിലിരിക്കുന്നതിനേക്കാളും അവർക്കൊരു സപ്പോർട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അവർ ആ ഒരു രീതിയിൽ നമ്മളുമായിട്ട് അങ്ങ് ബോണ്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് 100% അവർ നമ്മുടെ ആ ഒരു ഫ്ലോയിലേക്ക് പിന്നെ അവരെത്തി. അതെ, മെയ് 15. അപ്പോൾ നമുക്ക് മെയ് 15 ബാച്ചിലേക്ക് ഈ മക്കളൊക്കെ നമ്മൾ വെൽക്കം ചെയ്യാണ്. കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. നേരത്തെ 150ഓളം കുട്ടികൾ ആയിട്ടുണ്ടാവും, അഡ്മിഷൻ ആയിട്ടുണ്ട്. 150 കുട്ടികൾക്ക് കൂടി മാക്സിമം 200 കുട്ടികൾ വരാൻ തോന്നുന്നു, 350 കുട്ടികൾ അത്രയും കുട്ടികൾക്ക് നമുക്ക് ഇവിടത്തേക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ മക്കൾക്ക് വേഗം തന്നെ അതിലേക്ക് അഡ്മിഷൻ എടുക്കാം. സാർ നമ്മൾ ഇനി ഫർദറായിട്ട് നമ്മുടെ
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവർ അവരോടൊക്കെ ചോദിച്ചോട്ടെ ഇവർ നമുക്ക് എന്ത് റെഫറൻസ് വേണമെങ്കിലും കൊടുക്കാം. അതായത് ആ കുട്ടികളുടെ അടുത്ത് എന്താണ് JPSൽ ഈ ഒരു കൊല്ലം അവർക്ക് കിട്ടിയത്, അതായത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാം ആ കുട്ടികൾ അത്ര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവരോട് ചോദിച്ചു നോക്കട്ടെ. ഇനിയിപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയ കുട്ടിയായിക്കോട്ടെ, ആ കുട്ടീൻ്റെ റെഫറൻസ് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. ആ കുട്ടിയോട് ചോദിച്ചിട്ടാണെങ്കിൽ ശരി എന്താണ് ഇവിടെ ഒരു പാർഷ്യാലിറ്റിയും കാര്യങ്ങളില്ല, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. നിങ്ങൾ എന്താ പറയുക, കുറച്ച് മാർക്ക് കൂടുന്ന ആൾക്കാർ വേറെ, മാർക്ക് കുറയുന്ന ആൾക്കാർ വേറെ, അങ്ങനെ ഒന്നുമില്ല. എല്ലാ ആളുകൾക്കും ഒരേ പരിഗണനയോടുണ്ട്. നിങ്ങൾ ധൈര്യത്തോടു കൂടെ കാര്യത്തിൽ വരാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും JPSൽ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് പോന്നാൽ മതി. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത കാര്യം പക്ക NCERT പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈവൻ കെമിസ്ട്രി ആണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പുറമെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ച് പക്ക NCERT മാത്രമാണ് എന്ത് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ പോകുന്നത് തന്നെയാവും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ക്വസ്റ്റ്യന്റെ പാറ്റേൺ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ബയോ NCERT മാത്രമല്ല, NCERT പെരിഫറി ലെവലിലെ ചോദ്യം വന്നിട്ടുള്ളൂ. ഒരു ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻ പോലും അതിൽ ബയോളജിയില് NCERT മുഴുവൻ പഠിച്ചു നമ്മൾ ആ രീതിയിലാണല്ലോ ക്വസ്റ്റ്യൻസ് പോയത്. ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ LHൽ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചേ ബയോളജി എത്ര തവണ പഠിച്ചെന്ന് ചോദിച്ചപ്പോ സാറേ പഠിക്കല്ല, ഞാൻ 5 തവണ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും വ്യത്യാസമാണല്ലോ, പഠനം വേറെ അല്ലെങ്കിൽ വായിക്കല് വേറെ, ബൈഹാർട്ടിക്ക് വേറെ. അത് ഓരോ ഒരു പരീക്ഷ നടത്തിയിരുന്നു. പിന്നെ ബയോളജി മാത്രമുള്ള ഒരു പരീക്ഷയില്ലേ, അത് കുട്ടികൾ 2.5 മണിക്കൂറായിട്ട് തീർന്നിട്ടില്ല. അത്രയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ബയോളജിയിൽ 100 ക്വസ്റ്റ്യൻ എത്ര സമയം വേണ്ടോ, ഇത് തീർന്നില്ല. അത്രയും പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓരോ ചാപ്റ്റർ. അതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആ തുടക്കത്തിൽ നമ്മൾ ഇപ്പോൾ +1 ബയോ ടോപ്പിക്സ് മാത്രം നടത്തി, പിന്നെ +2 ബയോ ടോപ്പിക്സ് മാത്രം നടത്തി. ആ സമയത്തൊക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഈ അവസാന നീറ്റ് മോഡൽ എക്സാം നടത്തി നല്ല നോർമൽ ലെവലിൽ ഭയങ്കര ഇതാണ് നീറ്റ് ലെവലിൽ ചോദ്യം. അവസാനമായിട്ട് കുട്ടികൾ പറഞ്ഞേ ഇത് ഭയങ്കര ഈസി ആക്കിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്ക് കിട്ടിയത്. കൊണ്ടുപോയിട്ട് പിന്നെ അവസാനം എന്ത് ചെയ്താണ് ഈസി ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നില്ല. കറക്റ്റ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് നീറ്റിന് വരുന്ന അതേ ക്വസ്റ്റ്യൻ. ഈസി ആക്കിയോണ്ടല്ലോ 115 മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ 707 വന്നുള്ളത്. അപ്പോൾ അവരൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ ഈസി ആക്കിയോണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്നുള്ളത്. പിന്നെ സാറേ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുണ്ടാവും. അത് ഞാൻ ലോക്കോമോഷൻ നടന്ന ഒരു ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞ എക്സ്റ്റൻസർ, അഡക്ടർ, അബ്ഡക്ടർ, സുപ്പിനേറ്റർ, ഇങ്ങനെയുള്ള കുറേ മസിൽസിന്റെ കാര്യങ്ങൾ, പിന്നെ പ്രോസീലസ്, ആംഫിസിലസ്, വേർട്ടബ്ര, ഇതൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് എന്താ പറയുക, വേണ്ടാതെ കുറേ സാധനങ്ങൾ ഔട്ട് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ JPSൽ ഒറ്റ കാര്യം, നമ്മളെല്ലാ ടീച്ചേഴ്സിനും ഫസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം എന്താ, എല്ലാവരും NCERT മാത്രം. അത് കുട്ടികൾക്ക് വെറുതെ കുറേ ലോഡ് കൊടുത്തിട്ട് എന്താ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവർക്കിതാ ഇത് വരുന്ന സാധനം പഠിപ്പിച്ചാൽ മതി. എന്നിട്ട് NCERT എത്രയോ പഴയ കാലത്തുള്ള പഴയ NCERTലെ കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളിൽ എന്തായാലും നമ്മളൊരു കാര്യം ഉറപ്പാണ്, JPS എന്തായാലും ഔട്ട് പഠിപ്പിക്കൂല. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ടതെന്തോ അത് മാത്രമേ ഇവിടെ പഠിപ്പിക്കൂ. അത് പഠിപ്പിച്ച് നിങ്ങളെ റിസൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവസാനം വരെ കൂടെ കിട്ടും. ആ കൂടെ ഞങ്ങളെല്ലാവരും നിൽക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് നമുക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അതായത് ഇനി റിപ്പീറ്റർ ബാച്ചിലേക്ക്, റിപ്പീറ്റർ ബാച്ച്, സൂപ്പർ റിപ്പീറ്റർ എന്തിലേക്കാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡിവിജ്വലി നിങ്ങളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ JPSലെ ഓരോ ടീച്ചേഴ്സും ഇവിടുത്തെ ഓരോ സ്റ്റാഫും നമ്മളെ മെൻറ്റേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് എക്സാംസ് കാണും, എല്ലാ മന്തിലും മെഗാ ടെസ്റ്റ് കാണും, ഓരോ 2 മാസം കൂടുമ്പോഴും ഗ്രാൻഡ് മെഗാ ടെസ്റ്റ് കാണും. ഒരു 5.5 മാസം കൊണ്ട് നമ്മുടെ പോർഷൻസും തീർത്ത് നമ്മൾ പിന്നെ മൊഡ്യൂൾ എക്സാംസിലും മോഡൽ എക്സാംസിലേക്കും പോകും. അപ്പം ഇതിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ, എത്രയും പെട്ടെന്ന് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവും. അപ്പം ഈ കാണുന്ന ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ ഒരു കൂട്ടം നമ്മുടെ വേറെ ടീച്ചേഴ്സും എല്ലാവരും ഇവരെല്ലാവരും നമ്മളെല്ലാം ഒരു ടീമാണ്. ഈ ടീം കൂടെ ഉണ്ടാവും. JPSൻ്റെ ഹോൾ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മക്കളെ ഇനി ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വണ്ടി കയറിക്കോട്ടോ. ഓക്കെ.